ബഹുമാനപ്പെട്ട മിൽമ ചെയർമാനും ഒക്കെ ശ്രദ്ധിക്കുക, മിൽമ പാലിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആവശ്യത്തിനു മാത്രമാണോ അതോ അതിൽ കൂടുതലാണോ? എന്തുകൊണ്ടാണ് പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടുവാൻ ബുദ്ധിമുട്ടുന്നത്? അത് കൊണ്ടുവന്ന് കഴിയപ്പോൾ കയ്യിലൊക്കെ പശ പിടിച്ച് അപ്പോൾ മനസ്സിലായി ഇത് തെറ്റാണ്, ഈ അരി ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ഫുഡ് സെക്യൂരിറ്റിക്കാരെ വിവരം അറിയിച്ചു. അവർ ഉടനെ തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത് കണ്ടെത്തുകയും അത് ശരിക്ക് മായം ചേർത്താണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ഓണമായപ്പോഴേക്കും, ഇപ്പോൾ ഇന്നലെ ചോറ് വയ്ക്കാൻ അരി കഴുകിയപ്പോൾ എൻ്റെ കൈ വീണ്ടും എണ്ണം, അത് പക്ഷേ പാക്കറ്റഡ് അരിയായിരുന്നു. എന്തൊക്കെ തരത്തിലാണ് അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുന്നത്. ന്യൂഡിൽസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊക്കെ തരത്തിലാണ് ന്യൂഡിൽസ്, ഓരോ ഉൽപ്പന്നം എടുത്താലും ഇതുപോലെയാണ് അഡ്വർടൈസ്മെൻറ്റ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലോ ഏത് കാര്യത്തിൻ്റെ ആണെങ്കിലും ഓരോ കമ്പനികൾക്ക് വേണ്ടി സെലിബ്രിറ്റീസും അവരെ ഫോളോ ചെയ്യുന്നവരും എല്ലാവരും കൂടി മനുഷ്യരെ മയക്കുകയാണ്. അതായത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് മാർക്സ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അഡ്വർടൈസ്മെൻ്റാണ് മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. അഡ്വർടൈസ്മെൻറ്റ് മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് വീടിൻ്റെ പ്രമാണം വിറ്റുപോലും ഓണം ഉണ്ണാം, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ് ചെയ്യുന്ന ഏജൻസിൻ്റെ അടുത്ത് പോയിട്ട് അവർ പറയുന്ന ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കളയാം എന്ന് സാധാരണക്കാർ വിചാരിച്ചു പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു അറുതി വരുത്തേണ്ടേ? ഇതിനൊരു അറുതി വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. ഒന്നാമത് ഈ ഹൈലി പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്. ഈ ജങ്ക് ഫുഡിനെ പറ്റി എന്താണ് WHO പറയുന്നത്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഫാറ്റി ഫുഡിനൊക്കെ ഒരു നല്ല ഹെൽത്ത് ടാക്സ് ഇമ്പോസ് ചെയ്തോളാൻ. നല്ല ഹെൽത്ത് ടാക്സ് എന്ന് വെച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ഈ ഫാറ്റി ഫുഡിനെതിരായിട്ട് ഒരു ടാക്സ്, അതിനെയാണ് ഹെൽത്ത് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 133 രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ ഫാറ്റ് ടാക്സ്, ഹെൽത്ത് ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, കേരളത്തിലും അനിവാര്യമായിട്ട് ഒരു ഹെൽത്ത് ടാക്സ്, അതായത് ഇതുപോലെയുള്ള ജങ്ക് ഫുഡിന് എതിരായിട്ട് ഏതൊക്കെയാണ് ജങ്ക് ഫുഡെന്ന് കണ്ടെത്താനായിട്ട് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വകുപ്പിനെ ഏർപ്പാട് ചെയ്യണം. ആ ഫുഡ് സെക്യൂരിറ്റി വകുപ്പ് ജങ്ക് ഫുഡ് ഏതൊക്കെയാണ് എന്ന് പഠിച്ച് ആ ജങ്ക് ഫുഡിനൊക്കെ ഒരു ടാക്സ് ഈടാക്കണം. ആ ടാക്സ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ ബേർഡൻ, അതായത് ജനങ്ങളുടെ ആരോഗ്യം നന്നാക്കും, മെഡിക്കൽ ബേർഡൻ, സംസ്ഥാനത്തിൻ്റെ മെഡിക്കൽ ബേർഡൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് ടാക്സ് നമുക്ക് അനിവാര്യമായിട്ടും കൊണ്ടുവരണം. പിന്നെ അതുപോലെ ഈ അഡ്വർടൈസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അഡ്വർടൈസ്മെൻറ്റ് ടാക്സ്, ഗവൺമെൻറ് കണിശമായിട്ടും അഡ്വർടൈസ്മെൻറ്റ് ടാക്സ്, അതായത് ഇപ്പോൾ ചാനലുകളൊക്കെ ആണെങ്കിൽ എത്ര മിനിറ്റാണ് അഡ്വർടൈസ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്, ആ അഡ്വർടൈസ്മെൻറ്റിന് ഉപയോഗിക്കുന്നതിനൊരു നിശ്ചിത സമയം വയ്ക്കുക. ആ നിശ്ചിത സമയത്തെ അഡ്വർടൈസ്മെൻറ്റിന് ഇത്ര ശതമാനം ടാക്സ് എന്നും പറഞ്ഞൊരു ടാക്സ് ഈടാക്കുക. അവരത് ആ കമ്പനിയിൽ നിന്ന് ഈടാക്കിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഒരു വരുമാനമാകും. ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എന്താ പറയുക, സർവ്വസീമകളും ലംഘിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്, അതിന് ഒരു അറുതി വരും. എത്രയെത്ര അപകടങ്ങൾ, അതായത് ഈ പറയപ്പെട്ട അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇതിൽപ്പെട്ട് എന്തെല്ലാം അനാവശ്യ സാധനങ്ങളാണ് ഓരോ വീട്ടിലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയണം. ഇപ്പോൾ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. വളരെ കാലം കൊണ്ടേ അനുഭവിക്കുന്ന ഒരു ഇതാണ്, മിൽമ പാല് മാത്രമാണ് വാങ്ങാറുള്ളത്. മിൽമ പാല് വാങ്ങിച്ച് ഉറയൊഴിച്ചാൽ ഉറ കൂടില്ല. പല തന്ത്രങ്ങൾ. ഞാൻ എന്നിട്ട് ഒരു വർഷം മുൻപ് ഒരു വീഡിയോ ചെയ്തു അതിനെ വെച്ച്. അപ്പോൾ മിൽമയുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, മിൽമ പാലിൽ ഉറ കൂടുന്നില്ല, അതിനകത്തൊന്നിൽ പ്രിസർവേറ്റീവ്സ് കൂടുതൽ ആവശ്യമുള്ളതിൽ കൂടുതൽ ചേർക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, കണ്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു പോയി. പിന്നെ അതിലൊരു ശകലം മാറ്റം വന്നെങ്കിലും പിൽക്കാലത്ത് വീണ്ടും ആ പ്രശ്നം ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ബഹുമാനപ്പെട്ട മിൽമ ചെയർമാനും ഒക്കെ ശ്രദ്ധിക്കുക,
മിൽമ പാലിൽ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ആവശ്യത്തിനു മാത്രമാണോ അതോ അതിൽ കൂടുതലാണോ? എന്തുകൊണ്ടാണ് പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടുവാൻ ബുദ്ധിമുട്ടുന്നത്? തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം സ്വന്തം വീട്ടിലെ പശുവിൻ്റെ പാല് എടുക്കുകയും ഉറയൊഴിക്കുകയും ഒക്കെ ചെയ്ത് വളർന്ന സ്ത്രീയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്കറിയാം പാൽ ഉറയൊഴിച്ചാൽ ഉറ കൂടാതെ വരുന്നുവെങ്കിൽ എന്തെങ്കിലും അസംഭവ്യമായത് സംഭവിച്ചിട്ടുണ്ട് പാലിൽ എന്ന്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നെപ്പോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കും ഈ അനുഭവം ഉണ്ടാകുമെന്ന് തന്നെയാണ്, ഒരുപാട് പേർക്കും ഈ അനുഭവം കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ അരി, നമ്മൾ പാക്കറ്റഡ് അരി മേടിക്കും. പല കമ്പനികളുടെയും നല്ല അരി, നമ്മൾ ലൂസ് അരി മേടിച്ചാൽ നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ ചാനലുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെ അരി ചായം ചേർത്ത്, അതായത് വെള്ളയരി, റേഷൻ കടകളിലൊക്കെ കിട്ടുന്ന അരി 30 കിലോ അരിയൊന്നും ഒരു കുടുംബത്തിന് ആവശ്യമില്ല. ഇപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ മാറി, ചോറുണ്ണുന്ന രീതിയൊക്കെ മാറിയപ്പോൾ. അപ്പോൾ അത് മാത്രമല്ല, കേരളത്തിൽ ചെറിയ കുടുംബങ്ങളാണ്. അപ്പോൾ ഈ 30 കിലോ അരിയൊക്കെ കിട്ടിയാൽ അവർ അത് മേടിച്ച് തൊട്ടടുത്ത കടയിൽ മറിച്ച് വിൽക്കും. ഇങ്ങനെ മറിച്ച് മേടിക്കുന്ന അരിയെല്ലാം കൂടി ചേർത്തിട്ടാണ് തമിഴ്നാട്ടിലോ കേരളത്തിലും ഒക്കെ അതിനുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് വെച്ച് ഇതൊക്കെ എന്തൊക്കെയോ ചേർത്ത് അത് ചെമ്പാവരിയാക്കി മാറ്റുന്നു. ആ ചെമ്പാവരിയാക്കി മാറ്റുന്ന അരിയാണ് പലപ്പോഴും വലിയ പ്രശസ്ത കമ്പനികളുടെ ലേബലിൽ പാക്കറ്റഡായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ അതായത് ഇങ്ങനെ ഒരു കഴിഞ്ഞ വർഷം ഒരിക്കൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ അരി, കമ്പനിയുടെ പാക്കറ്റഡ് അരി അല്ലായിരുന്നു, ലൂസ് പാക്കറ്റഡ് അരി 5 കിലോ 10 കിലോ ഒന്നും ഇല്ലായിരുന്നു. 50 കിലോ മേടിച്ചിട്ട് ഒരു വർഷം ഉപയോഗിക്കണം ഞങ്ങൾക്കത്. അപ്പോൾ അത് കാരണം കൊണ്ട് ലൂസ് പാക്കറ്റിൽ നിന്ന് അരി അളന്ന് മേടിച്ചു. അത് കൊണ്ടുവന്ന് കഴിയപ്പോൾ കയ്യിലൊക്കെ പശ പിടിച്ച്, അപ്പോൾ മനസ്സിലായി ഇത് തെറ്റാണ്, ഈ അരി ശരിയല്ല എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ഫുഡ് സെക്യൂരിറ്റിക്കാരെ വിവരം അറിയിച്ചു. അവർ ഉടനെ തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അത് കണ്ടെത്തുകയും അത് ശരിക്ക് മായം ചേർത്താണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അതിന് ആക്ഷൻ എടുത്തു. എന്തൊക്കെ ആക്ഷൻ എടുത്തു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അത് നോട്ട് ചെയ്തു എന്നുള്ളതിലാണ് ഞാൻ കൃതാർത്ഥയായി. അത്ര എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. പക്ഷേ അതിനുശേഷം അത് നിന്നതായിരുന്നു. ഇപ്പോൾ ഇതാ ഓണമായപ്പോഴേക്കും, ഇപ്പോൾ ഇന്നലെ ചോറ് വയ്ക്കാൻ അരി കഴുകിയപ്പോൾ എൻ്റെ കൈ വീണ്ടും എണ്ണം. അത് പക്ഷേ പാക്കറ്റഡ് അരിയായിരുന്നു, ലൂസ് പാക്കറ്റിൽ നിന്ന് വാങ്ങിയതല്ല. 10 കിലോ പാക്കറ്റിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന അരി എൻ്റെ കയ്യിൽ എണ്ണ പിടിച്ചു. അപ്പോൾ തീർച്ചയായും അതിനകത്ത് നെല്ല് കൊയ്യുകയും മെതിക്കുകയും ആ നെല്ല് കുത്തി അരിയാക്കുകയും ചെയ്തിട്ടുള്ളവളാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അരി എങ്ങനെ ഇരിക്കുമെന്ന്, അരി കഴിയാൽ കയ്യിൽ എന്ത് പറ്റുമെന്ന്, പലതരം അരികൾ. അപ്പോൾ എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കറിയാം ഇത് തീർച്ചയായിട്ടും മായം കലർത്തിയ അരിയാണ് എന്ന്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ വീണ്ടും ഫുഡ് സെക്യൂരിറ്റി ഏതാണ്ട് 2 ആഴ്ചയോ മറ്റോ മുമ്പാണ് ഫസയുടെ ഓർഡർ വന്നതിന് എന്നെ വിവരം, ഫസൈ കേരളത്തിൻ്റെ ഫുഡൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഹിന്ദു ദിനപത്രത്തിലും ഒക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് ഫുഡ് സെക്യൂരിറ്റിക്കാരോട് വളരെ ശ്രദ്ധിക്കണമെന്നും ആക്ഷൻ എടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഒരു പത്രപരസ്യം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സപ്ലൈകോയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുപോലെ കളറ് കയറ്റിയും ഒക്കെ കൊണ്ടുവരുന്ന അരിയായിരിക്കും. സേഫാണെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ആരോഗ്യം നാം സംരക്ഷിക്കേണ്ടതാണ്. നാം സംരക്ഷിച്ചില്ലെങ്കിൽ മറ്റാരുണ്ട് സംരക്ഷിക്കാൻ? നാം കഴിഞ്ഞേ സർക്കാരോ മറ്റാരുമോ ആ കാര്യത്തിൽ ഇടപെടൂ. അതുകൊണ്ട് നാം കാണുന്ന തെറ്റ് ശരിയല്ല ഈ അരി എന്നുണ്ടെങ്കിൽ അത് എടുത്തു കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ അരിയുടെ കാര്യം പറയുന്നത്.